സർവഭൂമിയും യഹോവയാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടുവന്ന് അറിയുമാറാകട്ടെ. ഇന്ന് ഓഗസ്റ്റ് 26, ഒന്നാമത്തെ വായനാ ഭാഗം 1 രാജാക്കന്മാർ 21 അധ്യായം. തൻ്റെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ പാഠങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല ആഹാബ് എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം കൂടെയാണ് ഈ 21 അധ്യായം സംസാരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ശേഷം സംഭവിച്ചതെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അവിടെ ഇസ്രയേലിനായ നബോത്തിന്, ഇസ്രായേൽ രാജാവായ ഈ ആഹാബിൻ്റെ കൊട്ടാരത്തിനടുത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഇസ്രായേൽ എന്ന് വായിക്കുമ്പോൾ ഇസ്രായേൽ എന്ന് വായിക്കുന്നത് ജസ്രീൽ എന്നാണ് ആ സ്ഥലം. ജസ്രീലിനാണ് ഇവിടെ ഇസ്രായേൽ എന്ന് എഴുതിയ. ഇസ്രായേൽ അല്ല, ഇസ്രായേൽ എന്നാണ്. അത് ജസ്രീലാണ്. അപ്പോൾ ജസ്രീലിലാണ് ഈ സംഭവം നടക്കുന്നത്. ജസ്രീലിനാണ് ഈ നബോത്തിൻ്റെ ഒരു മുന്തിരിത്തോട്ടം ഈ ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിനടുത്ത് ഉണ്ടായിരുന്നു. അയാൾക്ക് കണ്ടപ്പോൾ ആഗ്രഹം തോന്നി, ആ മുന്തിരിത്തോട്ടം കിട്ടിയെങ്കിൽ ചീരത്തോട്ടമാക്കാമായിരുന്നു. ആ വിവരം നബോത്തിനോട് പറയുകയും ചെയ്തു. പക്ഷേ നബോത്ത് പറഞ്ഞത്, അയ്യോ, അതെനിക്ക് എൻ്റെ പിതാക്കന്മാരുടെ അവകാശമാണ്, എൻ്റെ അപ്പൻ എനിക്ക് തന്നതാണ്, അത് ഞാൻ ആർക്കും കൊടുക്കാൻ ഇടവരുത്തരുതേ, അതുകൊണ്ട് ഞാനത് തരികയില്ല എന്ന് രാജാവിനോട് പറഞ്ഞു. ഇത് ആഹാബിന് വളരെ സങ്കടമായി. അയാൾ ആഹാരം കഴിക്കാതെ ഇരുന്നപ്പോൾ ഭാര്യ ദുഷ്ടയായ ഇസബേൽ വന്നിട്ട്, നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, നീ ആഹാരം കഴിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കാരണം പറയുന്നു, നീ ധൈര്യമായിട്ടിരിക്കും, നീ ഇസ്രായേലിലെ രാജാവല്ലേ, നീ രാജാവായിരിക്കുമ്പോൾ നിനക്കത് അസാധ്യമാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തെഴുതി, ആരുടെ പേരിൽ, ഈ ഇസ്രായേൽ രാജാവ് ആഹാബിൻ്റെ മുദ്ര വെച്ച് ഒരു എഴുത്തെഴുതി അവിടെ നാബോത്തിൻ്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. നിങ്ങൾ ഈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഉപവാസം പ്രസിദ്ധമാക്കണം. എന്നിട്ട് നാബോത്തിനെ അവിടെ പ്രധാന സ്ഥലത്ത് ഇരുത്തണം. എന്നിട്ട് നീചന്മാരായ 2 ആളുകളെ അവനെതിരെ, അപ്പം ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കും, മറ്റേ ആൾ പിന്താങ്ങും, ഞാനും കണ്ടു എന്ന് പറയും. അതുകൊണ്ട് 2 പേര്, ഒരാൾ പറഞ്ഞാൽ പോരാ, 2-3 ആളുകൾ പിന്താങ്ങിയാൽ മാത്രമേ കുറ്റം അത് ഉറക്കുകയുള്ളൂ. ഒരാൾ പറഞ്ഞാൽ പോരാ. അത് ഇസ്രായേലിൻ്റെ ഒരു നിയമമാണ്, ദൈവം വെച്ച നിയമം തന്നെയാണ്. അപ്പം അങ്ങനെ 2 പേരെ കൊണ്ട് അവനെതിരെ കുറ്റം പറയണം. എന്താണ് പറയേണ്ടത്? അവൻ ദൈവത്തെ ദുഷിക്കുന്നതും രാജാവിനെ ദുഷിക്കുന്നതും ഞാൻ കേട്ടു എന്ന് പറയണം. അപ്പോൾ മറ്റവനും ഞാനും കേട്ടു എന്ന് പറയണം. ഇത് അതുപോലെ സംഭവിക്കുന്നു. അവിടുത്തെ ഈ ആളുകൾ, അതായത് അവിടുത്തെ മൂപ്പന്മാരും പ്രധാനികളും ഒക്കെ ചേർന്ന് ഇത് ഉപവാസം പ്രസിദ്ധം ചെയ്യുകയും നാബോത്തിനെ പിടിച്ചൊരു സ്ഥലത്തിരുത്തുകയും പ്രധാന സ്ഥലത്തിരുത്തുകയും ഒക്കെ ചെയ്ത് അവന് വിരോധമായി ഇവരെ കൊണ്ട് സാക്ഷ്യം പറയിക്കുകയും ചെയ്തു. അപ്പോൾ സാക്ഷ്യം ഉറപ്പായല്ലോ, 2 പേര് കണ്ടു, 2 പേര് കേട്ടു എന്ന് പറഞ്ഞല്ലോ. അയാളെ പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് കൊന്നു. ഇത് അറിഞ്ഞ് ഇസബേൽ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോ, നീ ആ മുന്തിരിത്തോട്ടം നിന്റെ സ്വന്തമാണ് ഇനി, കാരണം അതിൻ്റെ ഉടമസ്ഥനായ നാബോത്ത് ജീവിച്ചിരിപ്പില്ല, അവൻ മരിച്ചുപോയി. അപ്പോൾ ഇത് കേട്ടപ്പോൾ എഴുന്നേറ്റ് ഈ നബോത്തിൻ്റെ തോട്ടം അവകാശമാക്കാനായിട്ട് ആഹാബ് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ അരുളപ്പാട് നമ്മുടെ ഏലിയ പ്രവാചകന് ഉണ്ടായി. നീ എഴുന്നേറ്റ് ശമര്യയിലെ ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ അടുത്ത് പോകണം. അവിടെ ചെന്നിട്ട് അവനെ ആ പാവപ്പെട്ട നബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കാൻ പോവുകയാണ്. നീ കൊല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് യഹോവ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നായ്ക്കൾ നബോത്തിൻ്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയും യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ദൈവം അയാളോട് പറയാൻ പറഞ്ഞ കാര്യം ആഹാബിനോട്. അപ്പം ആഹാബ് മുമ്പ് നടന്ന കാര്യങ്ങൾ വെച്ചിട്ട് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനോ ദൈവത്തിൻ്റെ പിൻപറ്റി ജീവിക്കുവാനോ അല്ലെങ്കിൽ തൻ്റെ ജീവിതം ക്രമീകരിക്കുവാനോ, താൻ ഈ പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ മുന്തിരിത്തോട്ടം എനിക്ക് വേണമെന്ന് രാജാവ് കൊച്ചു കുട്ടികളൊക്കെ കരഞ്ഞ് മുട്ടായിക്ക് കരയുന്ന പോലെ കരയുന്നൊരു സ്വഭാവത്തോടു കൂടി ആയിരിക്കുന്ന മനുഷ്യനായി തീരാതെ മാറി ജീവിക്കാൻ അയാൾ തയ്യാറാകുന്നില്ല. അതാണ് നമ്മളിവിടെ കാണുന്നത്. ആ ആഹാബിനോടാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് ഏലിയ പ്രവാചകൻ പറയുന്നത്, നായ്ക്കൾ നാബോത്തിൻ്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയും. എന്നിട്ട് പറയാണ്, നീ യഹോവയ്ക്ക് അനിഷ്ടമുള്ള ചെയ്യാൻ നിന്നെ തന്നെ വിറ്റുകളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മേൽ അനർത്ഥം വരുത്തും, നിന്നെ അശുഭം നിർമൂലമാക്കി ഇസ്രായേലിൽ
ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷ പ്രജയൊക്കെയും ഞാൻ നിഗ്രഹിച്ചു കളയും. നീ എന്നെ കോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിന്റെ ഗ്രഹത്തെ നെബാത്തിന്റെ മകനായ യൊരോബയാമിന്റെ ഗ്രഹത്തെ പോലെയാക്കും, അഹിയാവിന്റെ മകനായ ബയശയുടെ ഗ്രഹത്തെ പോലെ. ഈ യൊരോബയാം ആരെന്ന് നമുക്കറിയാം. വിഭജിക്കപ്പെട്ട ഇസ്രായേൽ രാജ്യത്തിന്റെ, അതായത് വടക്കേ ഇസ്രായേൽ രാജ്യത്തിന്റെ ആദ്യത്തെ രാജാവാണ്. അയാൾ രാജഗ്രഹത്തിലുള്ള ആളായിരുന്നില്ല. അയാളുടെ ബാല്യക്കാരനായിരുന്നു, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അയാൾക്ക് ഇപ്പുറത്ത് ശലോമോന്റെ മകന് 2 ഗോത്രം കൊടുത്തപ്പോൾ ഇയാൾക്ക് 10 ഗോത്രമാണ് കൊടുത്തത്. അപ്പം അത് ദൈവത്തിൻ്റെ ആ ഒരു സഹായം അയാൾ മനസ്സിലാക്കി ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ തയ്യാറാകാത്തൊരു മനുഷ്യനാണ് യൊരോബയാം. ആ യൊരോബയാം അന്ന് തന്നെ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എന്ന് പറഞ്ഞ് 2 കാളക്കുട്ടികളെ ഉണ്ടാക്കിയിട്ട്, ഒന്ന് ബഥേലിലും ഒന്ന് വടക്കും തെക്കുമായിട്ട് 2 സ്ഥലത്ത് വെച്ചിട്ട്, ഇതാണ് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം, ഈ ദൈവത്തെ ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞ് അന്ന് തന്നെ ആ സമയത്ത് തന്നെ ചെയ്ത മനുഷ്യനാണ്. അന്ന് തന്നെ ദൈവത്തെ തെറ്റി നടന്ന മനുഷ്യനാണ്. ആ മനുഷ്യനെ കുറിച്ച് പലപ്പോഴും നമ്മളോട് വായിക്കും. നെബോത്തിന്റെ മകനായ യൊരോബയാം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ മറ്റൊരു മനുഷ്യനാണ് ഈ ബയശ എന്ന് പറയുന്നത്, അഹിയാബിന്റെ മകനായ ബയശ. ആ ബയശയും ഇതുപോലെ തന്നെ ഈ യൊരോബയാമിനെ പോലെ തന്നെ ആയിരുന്നു. അപ്പം അവരുടെ ഗ്രഹത്തെ പോലെ, അവരുടെ ഗ്രഹം ഇതുപോലെ നശിച്ചുപോയി. അവരുടെ മക്കളെ ഒന്നും രാജാസനത്തിൽ വന്നില്ല. അവരെയൊക്കെയും കുടുംബമായി തലമുറയായി നശിച്ചു പോകും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതാണ് ഇവിടെ. അപ്പം എന്നിട്ട് അതുപോലെ ആക്കും എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഇസബേലിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, നായ്ക്കൾ ഇസ്രായേലിന്റെ മതിലിനകത്ത് അരിവെച്ച് തിന്നുകളയും. അപ്പം ഇസബേലിനും ദൈവത്തിൻ്റെ കോപമുണ്ടായി. ഈ ഇസബേലിനും എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ പറ്റിയും അവിടെ ആഹാബിനോട് ഈ ഏലിയ പ്രവാചകൻ പറയുന്നത് അവളെയും ഈ നായ്ക്കൾ തിന്നുകളയുമെന്നാണ്. ആഹാബിന്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. അവൻ്റെ ഭാര്യ ഇസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു. ആ സ്ത്രീയുടെ ഉത്സാഹമാണ് ഇതിനൊക്കെയും ഇങ്ങനെ ചെയ്യാൻ കാരണം. അപ്പോഴും അയാൾ യഥാർത്ഥ ഇസ്രായേലിനാണ്. എന്നാൽ ഇസബേൽ ഇസ്രായേൽ സ്ത്രീ അല്ല. അപ്പം അത് കണ്ട് അയാളുടെ പിതാക്കന്മാരെന്ന് പറയുന്നത് ഒമ്രി അങ്ങനെയൊക്കെയുള്ള ഇതിലാണ് വരുന്നത്. ഒരിക്കലും അത് അനുസരിച്ച് നടക്കാൻ പറ്റുന്ന ഒരാൾ, അങ്ങനത്തെ പാരമ്പര്യമൊന്നും ആഹാബിന് പറയാനുമില്ല. അതൊരു മറ്റൊരു കാര്യം തന്നെ. പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടൽ പല സമയത്തും ആഹാബിനുണ്ടായിരുന്നു. വേണമെങ്കിൽ വേറെ നേരെ നടക്കാമായിരുന്നു. ഈ ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടിട്ട് ആഹാബ് വസ്ത്രം കീറി തൻ്റെ ദേഹത്ത് ചാക്കുശീലവും ഉടുത്ത് ഉപവസിച്ച് രട്ടിൽ കിടക്കുന്നത്, ചാക്കിൽ തന്നെ കിടക്കുന്നതും ഒക്കെ അയാളുടെ ഒരു മാനസാന്തരമായിട്ട് അത് ചെയ്യുകയാണ്. ഇത് കണ്ടിട്ട് ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ആഹാബ് എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുവോ? അതുകൊണ്ട് അവൻ എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവൻ്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവൻ്റെ മകൻ്റെ കാലത്ത് അവൻ്റെ ഗ്രഹത്തിന് അനർത്ഥം വരുത്തും എന്ന് കൽപ്പിച്ചു. അപ്പോൾ ആഹാബ് അത്രയും കാലം ദുഷ്ടനായിരുന്നിട്ടും ആ ഒരു പ്രത്യേക സമയത്ത് തൻ്റെ കുറ്റം മനസ്സിലാക്കി രട്ടെടുക്കുവാനും ദൈവത്തിൻ്റെ മുമ്പിൽ താഴുവാനും മനസ്സ് കാണിച്ചതുകൊണ്ട് ദൈവം എത്ര ദയാലുവാണ് എന്നുള്ളത് നമ്മൾ ഈ സമയം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഠിന ഹൃദയത്തോടെ ആയിരിക്കുമ്പോൾ, ഏതെങ്കിലും സമയത്തൊക്കെ നമുക്ക് മാനസാന്തരപ്പെട്ട് നമ്മൾ താഴുകയൊക്കെ ചെയ്യുമ്പോൾ, ആ പഴയ കാലത്തെ എല്ലാ ദുഷ്ടതകളെയും നമ്മൾ ദൈവം മറന്ന്, അതുതന്നെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ സത്യം അറിഞ്ഞ് വരുമ്പോൾ ദൈവം അതുവരെയുള്ള 40, 50, 60 വർഷം വരെ കാലഘട്ടത്തിലുണ്ട സകല പാപങ്ങളും ക്ഷമിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് ഒരു പുത്തൻ മനുഷ്യനാക്കി നമ്മളെ നിർത്തുന്നത്. അത്ര മനസ്സിലുള്ള ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് ഈ സംഭവം അതിനൊരു ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുകയാണ്. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാമത്തെ അധ്യായമാണ്. ഇവിടെ മറ്റൊരു രാജ്യത്തെക്കുറിച്ചുള്ള അരുളപ്പാട് ദൈവം യിരെമ്യാ പ്രവാചകനിലൂടെ നൽകുന്നതാണ് കാണുന്നത്. അത് മോവാബ് ദേശത്തെക്കുറിച്ച്. ഈ മോവാബ് ദേശത്ത് നമുക്ക് അറിയേണ്ടതാണ്, മോവാബ് എന്ന് പറയുന്ന ദേശം അതൊരു സമഭൂമി ഉള്ള പ്രദേശമാണ്. ഇവിടെയാണ്
കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനം അവസാനമായി എത്തപ്പെട്ട ദേശം, അവിടെ തമ്പടിച്ച് കുറേ നാൾ. അവിടെ വെച്ചാണ് ആവർത്തന പുസ്തകത്തിൽ, അതായത് ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട 2ാം തലമുറയിലെ ജനങ്ങൾക്ക്, മനുഷ്യർക്ക് പഴയകാല കാര്യങ്ങൾ, നിയമങ്ങളൊക്കെ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത്. കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവരെ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുന്നത് ഈ പ്രദേശത്ത് വെച്ചാണ്. അതാണ് ആവർത്തന പുസ്തകത്തിൻ്റെ കാര്യങ്ങളൊക്കെ. ഈ പറഞ്ഞ മോവാബ് ദേശത്ത് വെച്ചാണ് 120 വയസ്സിൽ മോശെ മരിക്കുന്നത്. അങ്ങനെ ഈ മോവാബ് എന്ന് പറയുന്നത് യോർദാൻ നദിക്കും, പ്രധാനമായും യോർദാൻ നദിയുടെ കിഴക്കെന്ന് പറയാം, പക്ഷേ ഉപ്പുകടലിൻ്റെ കിഴക്ക് വശത്തും ഇസ്രായേലിന് ദേശം വിഭജിച്ചു കൊടുത്ത ദേശത്തിൻ്റെ തെക്ക് വശത്തുമാണ് ഈ മോവാബ് ദേശമുള്ളത്. അപ്പം ഈ മോവാബ് ദേശത്തെക്കുറിച്ച് മറ്റൊരു കാര്യങ്ങളുണ്ട്. ഈ മോവാബിലെ ബാലാക്ക് രാജാവിന് ബിലിയാം ഉപദേശിച്ചു കൊടുത്തത് വഴിയാണ് അവിടെ മോവാബി സ്ത്രീകളുമായിട്ട് ഇസ്രായേൽ ജനം പരസംഗം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ ബിലിയാമിൻ്റെ നേരെ വലിയൊരു കുറ്റം, ഈ ബിലിയാമിനെ കുറിച്ച് യൂദായുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. ബിലിയാമിൻ്റെ കൂലി കൊതിച്ചു പോയ ബിലിയാമിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെയും നമ്മൾ ഓർക്കണം. ഈ സംഖ്യാപുസ്തകത്തിൽ ആ വിഷയമൊക്കെ ബെത്പയോർ ഒക്കെ പറഞ്ഞിട്ട് അതിനെ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അവിടുത്തെ സ്ത്രീകളുമായിട്ട് ഇടകലർന്നാൽ അവരെ നശിക്കും, അല്ലെങ്കിൽ അവർ വഴിതെറ്റും, അവരെ ദൈവകോപത്തിനിടയാകും എന്നൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത്, അവരെ തോൽപ്പിക്കാനിടയാകും, അവരില്ലാതാക്കാനൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് ഈ ബിലിയാം ബാലാക്കിന് ചെയ്യുന്നത്. അങ്ങനെയാണ് അവരെ പിടിക്കപ്പെടുന്നത്. ഈ സ്ത്രീകൾ മുഖാന്തരമാണ്, മോവാബിലെ സ്ത്രീകൾ മുഖാന്തരമാണ് ഇസ്രായേൽ ജനം വഞ്ചിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ പുരുഷന്മാർ വഞ്ചിക്കപ്പെടുന്നത്, കുറേ പേർ, എല്ലാവരും അല്ല. അപ്പോൾ ആ മോവാബിനെ കുറിച്ചുള്ള അരുളപ്പാടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നത്, 2 പ്രധാനപ്പെട്ട നബു എന്നൊരു ദേവനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് നെബോ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. നബുദേവന്റെ പർവ്വതമാണ് അവിടെ നബോ. അതുപോലെ തന്നെ മോവാബിലെ മറ്റൊരു ദേവനാണ് കെമോഷ്. ഈ കെമോഷിനെ കുറിച്ച് ഇതിൽ പറയുന്നത്, കെമോഷ് തന്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടും കൂടെ പ്രവാസത്തിലേക്ക് പോകുന്നു. ഒരു ദൈവം തന്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടും കൂടെ പ്രവാസത്തിലേക്ക് പോകും എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഇവിടെ വേറെ ഒരുപാട് പട്ടണങ്ങളെ കുറിച്ച്, കിര്യത്തയീം, ഹെഷ്ബോന്, മദ്മന്, ഹോരനയും, പിന്നെ വേറെയുള്ള സ്ഥലങ്ങൾ അർണോൻ, ഹോലോൻ, എക്സെ, മേഫാത്തിൻ, പിന്നെ ദീബോൻ, ബേത്ത് ഗാമൂല്, ദിബ്ലാത്തയും, ബേത്ത് മേയോൻ, ബൊസ്രെ, ഇങ്ങനെ ഒരുപാട് പട്ടണങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിലൊക്കെയും പറയുന്നുണ്ട് ഈ പട്ടണങ്ങളൊക്കെ നശിച്ചു പോകും, ഈ പട്ടണങ്ങൾക്കൊക്കെയും മേൽ ദൈവത്തിന്റെ കോപം വരും, ദൈവം അതിനെല്ലാം ശിക്ഷിക്കും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഈ സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ഈ ദേവന്മാരെ സംബന്ധിച്ച് നബു ദേവനും കെമോഷ് എന്ന് പറയുന്ന ദേവനുമൊക്കെ ഈ ജനത്തിന്റെ മുമ്പിൽ തന്നെ നശിച്ചു പോകും, അല്ലെങ്കിൽ അവരൊക്കെ ലജ്ജിക്കപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ ഇവരെ ഓർത്ത് അവർ ലജ്ജിക്കും, ജനം ലജ്ജിക്കും. അതെങ്ങനെയാണെന്നൊരു ഉദാഹരണം അവിടെ ഇസ്രായേൽ ഗ്രഹത്തിന്റെ പേര് വെച്ച് അവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതിന്റെ 13ാമത്തെ വാക്യത്തിൽ, ഇസ്രായേൽ ഗ്രഹം തങ്ങളുടെ ആശ്രയമായ ബഥേലിങ്കിൽ ലജ്ജിച്ചു പോയതുപോലെ മോവാബും കെമോഷിങ്കിൽ മോവാബ്, കെമോഷ് എന്ന് പറഞ്ഞ അവരുടെ ദേവനിൽ ലജ്ജിച്ചു പോകുന്നത് ഇസ്രായേൽ ഗ്രഹം. ഇന്നലത്തെ വായനാ ഭാഗത്ത് സംസാരിച്ചിരുന്നത് ഓർമ്മയുണ്ടാകുമല്ലോ. യൊരോബയാം, വടക്കേ രാജ്യമായ ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായ യൊരോബയാം തെക്ക് ബഥേലിലും വടക്ക് ദാനിലും ഓരോ കാളക്കുട്ടി, ഈ കാളക്കുട്ടി എവിടെ നിന്ന് വന്ന കാളക്കുട്ടി? മിസ്രൈമിൽ നിന്ന്, അവിടുത്തെ വിശ്വാസത്തിൽ നിന്നുണ്ടായ കാളക്കുട്ടി. ആ 2 കാളക്കുട്ടികളെ ആ തെക്കും വടക്കും സ്ഥാപിച്ചിട്ട് പറയുകയാണ്, ഇനി നിങ്ങൾ യെരുശലേമിൽ പോയത് മതി, ഇനി യെരുശലേമിൽ നിങ്ങൾ ആരാധിക്കേണ്ട, ഇവിടെയാണ് നിങ്ങളെ കൊണ്ടുവന്ന ദൈവം, നിങ്ങളെ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിൽ കൊണ്ടുവന്ന ദൈവം ഇതാണ്, ഇതിനെ ആരാധിച്ചോണമെന്ന് പറഞ്ഞാക്കുന്നത്. അപ്പം അത് അങ്ങനെ അവർ ആ കാളക്കുട്ടികളിൽ, ആ ബഥേലിലെ അന്യദൈവത്തിന് എങ്ങനെയാണോ ലജ്ജിച്ചു പോയത്, അതുപോലെ കെമോഷിലും ഈ മോവാബ് ജനം ലജ്ജിച്ചു പോകുമെന്ന് പറയുകയാണ്. എന്നാൽ ഇതിൻ്റെ അവസാനത്തിൽ
ഒരു കാര്യം നമ്മൾ കാണുന്നത്, ഇവിടെ മോവാബിനെ കുറിച്ചൊരു ഇതൊരു വലിയ അധ്യായമാണ്. 47 വാക്യമുള്ള ഒരു അധ്യായമാണ്. സാമാന്യം മോശമല്ലാത്ത വാക്യങ്ങളുള്ളൊരു അധ്യായമാണ്. 47 വാക്യങ്ങളുണ്ട്. ഇതിൻ്റെ അവസാനം നമ്മൾ കാണുന്നത്, മോവാബേ നിനക്ക് ഹാ കഷ്ടം, കെമോഷിൻ്റെ ജനം നശിച്ചിരിക്കുന്നു. നിന്റെ പുത്രന്മാരെ ബദ്ധന്മാരായും നിന്റെ പുത്രിമാരെ പ്രവാസത്തിലേക്കും കൊണ്ടുപോയിരുന്നു. എങ്കിലും ഒടുക്കം ഞാൻ മോവാബിൻ്റെ പ്രവാസം മാറ്റും എന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പം ഇതാണ് ദൈവം ഇവരോട് കാണിക്കുന്ന ഒരു മനസ്സിലിവ് എന്ന് പറയുന്നത്. ഒടുക്കം മോവാബിൻ്റെ പ്രവാസം ഞാൻ മാറ്റും എന്ന് ദൈവം അരുളി ചെയ്തുകൊണ്ടാണ് ഈ മോവാബിനെ കുറിച്ചുള്ള പ്രവചനം അല്ലെങ്കിൽ പ്രവാചകം യിരെമ്യാ പ്രവാചകൻ ഈ അധ്യായത്തിൽ പൂർണ്ണമായും കൊണ്ട് അവസാനിപ്പിക്കുന്നത്. 3-ാമത്തെ വായന ഭാഗം 1 കൊരിന്ത്യർ 7-ാം അധ്യായം. ഈ അധ്യായത്തിൽ ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട്, വിവാഹം കഴിയാത്തവരോട്, വിധവമാരോട്, കന്യകമാരെക്കുറിച്ച് ഒക്കെയുമുള്ള വളരെ കൃത്യമായ ശക്തമായ നിർദ്ദേശങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ ഇതിൽ പറയുന്നത്. തൊട്ടു മുമ്പ് ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയ അവിടുത്തെ കഴിഞ്ഞ 6-ാം അധ്യായത്തിലൊരു പ്രധാന വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ, അവർ ചില കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം, ഈ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അത് പ്രകാരം എനിക്ക് പറയാനുള്ളത്, സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. എങ്കിലും ദുർനടപ്പുണ്ടാകാതിരിക്കാൻ ഒരു പുരുഷനൊരു സ്വന്തം ഭാര്യയും ഒരു സ്ത്രീക്ക് ഒരു സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ. അപ്പം ഈ ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിനാണ് അധികാരം, ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കാണ് അധികാരമുള്ളത്, വേറെ ആർക്കുമല്ല എന്നുള്ളതും അവിടെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പം അത് നമുക്ക് അതിൻ്റെ ഒരു വ്യാപ്തി, ആ ഉപദേശത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം മറ്റൊരു കാര്യം പറയുന്നത്, പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ മാറിയിരിക്കുന്ന സമയത്തേക്കല്ലാതെ ഭാര്യയും ഭർത്താവും, ഹസ്ബൻഡും വൈഫും, കണവനും മനേവിയും, പതിയും പത്നിയും ഒന്നും മാറിയിരിക്കാൻ പാടില്ല. അവർ അത്ര ഉറപ്പുള്ള, അത് ദൈവത്തിൻ്റെ സൃഷ്ടി സമയത്ത് ആദമിനെ ഹവ്വയും ആക്കിയതുപോലെയുള്ളൊരു കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിയാത്തവരും വിധവമാരോടും പറയുകയാണ്, അവർ എന്നെപ്പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം. അതായത് ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ലല്ലോ, അതുപോലെ കഴിഞ്ഞാൽ കൊള്ളാം. പക്ഷേ എനിക്ക് ജിതേന്ദ്രിയത്വം ഉള്ളത് കൊണ്ടാണ് ഞാനത്, ഇന്ദ്രിയജയം ഉള്ളത് കൊണ്ടാണ് ഞാനതിൽ തുടരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഇന്ദ്രിയജയം ഇല്ലെങ്കിൽ ഒരു ഭാര്യയെ, ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ അവർ കല്യാണം കഴിക്കട്ടെ എന്നാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ, അങ്ങനെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനെയും പിരിയരുത്, ഭർത്താവ് ഭാര്യയെയും പിരിയാൻ പാടില്ല, ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുകയും വരുത്. അപ്പോൾ അതും ഒരു നിർബന്ധമായ കൽപ്പനയായിട്ടാണ് അവിടെ പറയുന്നത്. ഭാര്യയെ ഭർത്താവ് ഉപേക്ഷിക്കരുതെന്ന് തന്നെയാണ്. ഭർത്താവിനോട് പിരിയാനും പാടില്ല ഭാര്യ. അപ്പം അവിടെ ഒരു കാര്യം പറയുന്നത്, അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അവിശ്വാസിയായ, ഇപ്പം ഒരു ഭാര്യയും ഭർത്താവുണ്ട്, അപ്പോൾ ഭാര്യ മാത്രമേ വിശ്വാസിയുള്ളൂ, ഭർത്താവ് വിശ്വാസിയല്ല. ഇവിടെ ഭർത്താവ് വിശ്വാസിയാണ്, ഭാര്യ വിശ്വാസിയല്ല. അങ്ങനെയായാലും ആ അവിശ്വാസിയായ ഭർത്താവിനോ ഭാര്യയ്ക്കോ വിശ്വാസിയായ ഭർത്താവിനോട് കൂടെയോ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ബന്ധം തുടരണമെന്നാണ് പറയുന്നത്. അത് അവിശ്വാസി അല്ലെങ്കിൽ വിശ്വാസികളല്ലാതിരിക്കുന്ന, ദൈവത്തെ അറിയാതിരുന്നവർ ദൈവത്തിലേക്ക് വരുമ്പോൾ. പക്ഷേ ഒരു വിശ്വാസി വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, അത് വിശ്വാസികളുമായിട്ട് മാത്രമേ പാടുള്ളൂ. സ്ത്രീ ഒരു സ്ത്രീ വിശ്വാസിയാണ്, ആ വിശ്വാസി വിവാഹം കഴിക്കുന്നെങ്കിൽ അത് വിശ്വാസിയായ ഒരു പുരുഷനുമായിട്ടാണ്. പുരുഷനാണ് വിശ്വാസിയെങ്കിൽ ആ വിശ്വാസി വിവാഹം കഴിക്കേണ്ടത് വിശ്വാസിയായ ഒരു സ്ത്രീയെയാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, അടുത്ത കാര്യം പറയുന്നുണ്ട്, ഇപ്പോൾ പരിച്ഛേദനയോടെയാണ് ഒരുവൻ വന്നാൽ ആ പരിച്ഛേദനയെ തുടരാം, അവൻ പിന്നെ പരിച്ഛേദന തുടരാം. അതുപോലെ തന്നെ അഗ്രചർമ്മത്തിൽ ഒരാൾ വരികയാണ്,
അപ്പോൾ യഹൂദന്മാരുടെ നിയമപ്രകാരം അത് അബ്രഹാം മുതൽ സ്ഥാപിക്കപ്പെട്ട, അബ്രഹാമിന് ഇസ്ഹാക്ക് മുതൽ സ്ഥാപിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇസ്ഹാക്കിലൂടെ ഇസ്ഹാക്ക് മുതലാണ് ആ നിയമമായി വരുന്നത്. അബ്രഹാം അത് ചെയ്തെങ്കിലും ഇസ്മായിലും അത് ചെയ്തെങ്കിലും അന്ന് അങ്ങനെ സ്ഥാപിക്കപ്പെട്ട നിയമത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നീ അഗ്രചർമ്മത്തോടെയാണ് വന്നെങ്കിൽ പരിശോധന ചെയ്യേണ്ട കാര്യമില്ല. എങ്ങനെ അഗ്രചർമ്മത്തോടെ വന്നെങ്കിൽ ആ അഗ്രചർമ്മത്തോട് കൂടെ തന്നെ വിശ്വാസത്തിൽ തുടരുന്നതിന് തടസ്സമില്ല, അത് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അത്രയും കാലങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട നിയമത്തെ പുതിയ നിയമകാലത്ത് വേണ്ട എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് പൗലോസ് അപ്പോസ്തലൻ മറ്റ് മതസ്ഥരിൽ നിന്ന്, മറ്റ് ജാതികളിൽ നിന്ന്, ലോകത്തിൽ നിന്ന് വന്ന ആളുകളോട് പറയുന്ന ഉപദേശം. അപ്പം അത് ഒക്കെ ഒന്നാം നൂറ്റാണ്ടിൻ്റെ സമയത്ത് യഹൂദന്മാർക്കും ഇസ്രായേലിയർക്കും അത് ദഹിക്കുന്ന കാര്യമായിരുന്നില്ല. അത് ആ സ്ഥാപിക്കപ്പെട്ട നിയമത്തെ ലംഘിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. അങ്ങനെയാണ് അവർ ഈ പുതിയ നിയമവിശ്വാസികളോടുള്ള ഏറ്റവും വലിയ എതിർപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഈ പരിച്ഛേദന സംബന്ധിച്ചുള്ളതായിരുന്നു. പിന്നെ തുടർന്ന് കന്യാകുമാരിയെക്കുറിച്ചുള്ള എനിക്ക് പ്രത്യേകിച്ച് കൽപ്പനയില്ല, എങ്കിലും വിശ്വസ്തരാകുവാൻ തക്കവണ്ണം കർത്താവിന് കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ കന്യയെ വിവാഹം ചെയ്താലും എനിക്ക് ദോഷമില്ല, ചെയ്തില്ലെങ്കിലും ദോഷമില്ല. പക്ഷേ വിവാഹം കഴിക്കുന്നവർക്ക് സ്ത്രീയായാലും പുരുഷനായാലും ഒക്കെ അവർക്ക് ജഡത്തിൽ കഷ്ടതയുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പം നമുക്കിപ്പം വിവാഹം കഴിഞ്ഞാൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഭാര്യയെ പ്രസാദിപ്പിക്കുക, പിന്നെ കുഞ്ഞുങ്ങളെ വളർത്തുക, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സമയവും സമ്പത്തും സാഹചര്യങ്ങളും മനസ്സുമൊക്കെ മാറ്റിവെക്കണം. ദൈവവേലയിൽ നിൽക്കുന്ന ഒരാൾ വിവാഹം കഴിയുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ അധ്വാനവും മനസ്സും സമ്പത്തും ഒക്കെ ചെലവിടേണ്ടി വരും. അപ്പോൾ ദൈവവേലയ്ക്ക് അവിടെ ഭംഗം വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ആണ് പൗലോസ് അപ്പോസ്തലൻ്റെ താല്പര്യം. അറിയാമല്ലോ, നമുക്ക് ആ ഒരു താല്പര്യം പൗലോസ് അപ്പോസ്തലനുള്ളൂ. കുടുംബം നടത്തുകയോ വേറെ ഒന്നും പൗലോസ് അപ്പോസ്തലന് താല്പര്യമുള്ള വിഷയമല്ല. അപ്പം അതുപോലെ എല്ലാവരും ആയാൽ കൊള്ളാമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് മാത്രം. അവസാനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തുടർച്ച തന്നെയാണ് അവസാനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിവാഹം ചെയ്യട്ടെ, എങ്കിലും നിർബന്ധമില്ലാതെ തൻ്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ സ്ഥിരതയുള്ളവനുമായ ഒരുവൻ തൻ്റെ കന്യകയെ സൂക്ഷിച്ചു കൊള്ളുവാൻ സ്വന്തം ഹൃദയത്തിൽ നിർണയിച്ചുവെങ്കിൽ അവൻ ചെയ്യുന്നത് നന്ന്. അങ്ങനെ ഒരുത്തൻ തൻ്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്ന്, വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏറെ നന്ന്. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ഭർത്താവിൻ്റെ നിയമത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഭർത്താവ് മരിച്ചു പോയാൽ തനിക്ക് മനസ്സുള്ളവരുമായി വിവാഹം കഴിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യവും ആ ഒരു അനുവാദവും പൗലോസ് അപ്പോസ്തലനിലൂടെ കൊടുക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ഭാര്യ മരിച്ചാൽ മാത്രമേ വേറൊരു ആളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാനൊക്കെ ഉള്ളൂ. പക്ഷേ അത് വിശ്വസിക്കുന്നവന് മാത്രം, കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവുന്നു അവിടെയും അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതേസമയം അവൾ അങ്ങനെ തന്നെ തുടർന്നാൽ, അതായത് വിധവയായി തന്നെ തുടർന്നാൽ ഭാഗ്യമേറിയവളെന്ന് എൻ്റെ അഭിപ്രായം എന്ന് പറയുകയാണ്. എനിക്കങ്ങനെയാണ് തോന്നുന്നത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഈ ലേഖനം അവസാനിപ്പിക്കുക, ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ദൈനംദിന ജീവിതത്തെ സംബന്ധിച്ച് ദൈവിക കാര്യങ്ങൾ മാത്രമല്ല, ആ ദൈവിക കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഓരോ നിമിഷത്തെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളും ചിന്തകളും നമ്മുടെ സംസാരവും ഒക്കെ ദൈവ വേലയുടെ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷയുടെ ഭാഗം തന്നെയാണെന്നാണ് പൗലോസ് അപ്പോസ്തലനും പറഞ്ഞു വെക്കുന്നത്. കാരണം അത് ഇല്ലാതെ ഭൗതിക ജീവിതത്തിൽ ആത്മീയ ജീവിതം മാത്രമായ ഒരു ജീവിതമില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും ആത്മീയമായ കാര്യങ്ങളെല്ലാം മാറ്റുരയ്ക്കപ്പെടുന്നത് നമ്മുടെ ഭൗതിക ജീവിതത്തിലാണ്. കാരണം നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ വായും നമ്മുടെ പ്രവൃത്തികളും നമ്മളുടെ ചിന്തകളും ഇതൊക്കെ പുറത്തു വരും, ശരീരത്തിലൂടെയാണ് മനസ്സിൽ എന്തിരിക്കുന്നു അറിയാനൊക്കത്തില്ല. മനസ്സിലുള്ളത് പുറത്തു വരുന്നത് നമ്മുടെ വാക്കുകളിലൂടെയും ശരീരത്തിലൂടെയും ഒക്കെയാണ്. അപ്പോൾ അത് ജഡത്തിൽ അത് വെളിപ്പെട്ട് വരും എങ്ങനെയായാലും. അപ്പോൾ ജഡത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ ഒരാൾക്ക് കാണുമ്പോൾ ഇവൻ ആത്മീകനാണോ ഭൗതികനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ഉള്ളത് കാണുന്നവർക്ക് കൃത്യമായി ഗ്രഹിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതാണ് ഇവിടെ വായിക്കുന്നത്. നമ്മൾ തികഞ്ഞ ആത്മീകനായിരിക്കുന്നവന് ഭൗതിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവൻ്റെ ആത്മീയ ജീവിതം
കിടക്കുന്നത് എന്നുള്ളത് ഈ പല പല വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നന്ദി. 3 വായനാഭാഗങ്ങൾ കേട്ടിരുന്ന താങ്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള വായനകളിലും തുടരുവാൻ ഇടയാകട്ടെ. അതുപോലെ തന്നെ ഈ വായനാഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ മുമ്പ് കേട്ടതിൽ നിന്ന് വ്യത്യാസമുള്ളതായിരിക്കാം. അത്തരം കാര്യങ്ങളിലേക്കുള്ള ചർച്ചകൾക്കുള്ള അവസരം ഇവിടെ ഉണ്ട്. ടെലിഫോൺ നമ്പറിൽ, ഇതോട് ചേർത്ത് വെച്ചിട്ടുള്ള ടെലിഫോൺ നമ്പറിൽ താങ്കൾക്ക് വിളിക്കുകയും താങ്കൾക്ക് ചർച്ച ചെയ്യുകയും കൂടുതൽ കാര്യങ്ങൾ അന്യോന്യം ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. താങ്ക് യു.